നമസ്കാരം. നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും നമ്മുടെ ചരിത്രപരമായി ബന്ധപ്പെട്ടും എത്രയോ പോരാളികൾ നമ്മുടെ മണ്ണിൽ രക്തം ചിന്തി മരിച്ചിട്ടുണ്ട്. മാതൃഭൂമിക്കായി, സ്വദേശത്തിനായി ജീവൻ ബലി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ ആളുകളെ മറന്നുകൊണ്ട് ഇവിടെ ചില പുതിയ തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. ടിപ്പു സുൽത്താനൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നാണ് പറയുന്നത്. ഹൈദരാലി, ടിപ്പു സുൽത്താൻ, പിന്നെ ചില മുഗൾ ചക്രവർത്തിമാര്, പിന്നെ കുറെ രാഷ്ട്രീയക്കാരുണ്ട്, കുറെ കോൺഗ്രസ്സുകാരുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഇവരൊക്കെ എന്നാണ് പറയുന്നത്. അവരൊക്കെ അവരുടെ വരും തലമുറ പോലും സ്വാതന്ത്ര്യ സമരത്തിന്റെ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അത്തരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണെങ്കിലും രാജ്യത്തിന് വേണ്ടി പോരാടി വീരത്യാഗം ചെയ്ത മഹാനാണെങ്കിലും മഹാരാജ് ഛത്രപതി ശിവജിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം ആർക്കു വേണ്ടി ജീവിച്ചു? മാതൃഭൂമിക്ക് വേണ്ടി ജീവിച്ചു, സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, സ്വന്തം നാടിനു വേണ്ടി അദ്ദേഹം ആയുധമെടുത്തു. ഛത്രപതി ശിവജി മഹാരാജ് അദ്ദേഹമൊക്കെ നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഭാരതത്തിന്റെ അഭിമാനമാണ് ഛത്രപതി ശിവജി. ഇദ്ദേഹത്തിന്റെ ജീവിതവും ഇദ്ദേഹത്തിന്റെ മറ്റ് കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തിക്കൊണ്ട് ഛാവ എന്നൊരു ചലച്ചിത്രം ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്യപ്പെട്ടു. മഹാരാഷ്ട്രയിൽ അടക്കം വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ചിത്രം വലിയ കാര്യമായി സ്വീകരിക്കപ്പെട്ടു. ഇത് കണ്ടുകൊണ്ടൊക്കെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പലരും ഇത് കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഇറങ്ങിയത് അശുതോഷ് റാണ എന്നുള്ള ഒരു ഫിലിം മേക്കറാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. തീർച്ചയായിട്ടും ഇത് ഛത്രപതി ശിവജിയുടെ കഥ പറയുന്ന ഛാവ ലോകോത്തര ശ്രദ്ധയിലേക്ക് എത്തുകയാണ്. അതിന്റെ ആ സിനിമ കണ്ട ശേഷവും ആ സിനിമയിലെ ചില ദൃശ്യങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അതിന്റെ ചില വീഡിയോസ് ഒക്കെ കാണാനിടയായി. യഥാർത്ഥ വീരന്മാർ എന്നും ഓർമ്മിക്കപ്പെടണം. അത് എന്തൊക്കെ സംഭവിച്ചാലും, ആരൊക്കെ മറക്കാൻ ശ്രമിച്ചാലും, ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും, ചരിത്രം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഒക്കെ തന്നെ ഛത്രപതി ശിവാജി മഹാരാജിനെ പോലുള്ള ആളുകൾ, വീരന്മാർ, ധീരന്മാർ, രാജ്യസ്നേഹികൾ, രാജ്യത്തിന് വേണ്ടി പോരാടിയവർ, രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആയുധമെടുത്തവർ എന്നും ഓർമ്മിക്കപ്പെടും. അവരെയൊന്നും എത്ര മറക്കാൻ ശ്രമിച്ചാലും നമ്മളെപ്പോലുള്ള ധീര ദേശാഭിമാനികൾക്ക് അതൊന്നും പറ്റില്ല. ഒരു രാജ്യത്തിന്റെ വികാരമായിരുന്നു ഛത്രപതി ശിവജി. അത് അന്നും ഇന്നും ഒരുപോലെ സ്വർണപ്രഭയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ യുദ്ധം, അദ്ദേഹത്തിന്റെ രീതികളും ജീവിതവും ഒക്കെ തന്നെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കും. അതിന് ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ഈ ഛാവ എന്ന ചലച്ചിത്രം. ചലച്ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവർക്കും അരങ്ങിൽ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഒരു യഥാർത്ഥ ചരിത്ര പുരുഷന്റെ യഥാർത്ഥ കഥ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.